എന്താന്നാ പിള്ളേരെ കൊച്ചിനോട് നടന്ന് വഴക്കുണ്ടാക്കുന്നേ? നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ? അത് ഞങ്ങൾ വഴക്കുണ്ടാക്കിയതല്ല, അവളായിട്ട് ഇങ്ങോട്ട് വന്നതാ വഴക്കുണ്ടാക്കാൻ. വന്നതാ. എന്തോ ചേച്ചി, ഞാൻ റൂമിനകത്ത് സൂക്ഷിച്ചു വെച്ച സാധനമാണ്. ചേച്ചി കണ്ടെങ്കി പറ. ക്യൂടെക്സ് ആണോ? ഞാൻ കണ്ട്. എവിടെ വെച്ചുണ്ട്? ഇവളടുത്ത് പാറമട ഇറങ്ങണ ഞാൻ കണ്ടു. ചേച്ചി അതും ചെയ്യും? ആടി, ഞാനത് ചെയ്യും. എന്താ എന്ത് ഒന്നുമില്ലെന്ന്. എന്തടാ? എന്ത് നിങ്ങൾക്ക് എന്താടേ? എടാ വാതോർത്ത് പറ, എന്താ കാര്യം? എന്ത്? പിന്നെ മെർലിൻ തിരുവനന്തപുരത്ത് പോയി പെട്ടെന്ന്. മെർലിൻ പെട്ടെന്നൊരു അത്യാവശ്യം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്താ? നിന്റെ അടുത്ത് പറഞ്ഞില്ലേ? ഞാൻ അവളെ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞു അവള് മെസ്സേജ് അയക്കാൻ വേണ്ടി വരുമായിരുന്നു, അതായിരുന്നു ഇതായിരുന്നു ഞാൻ പിന്നെയൊക്കെ പറഞ്ഞു. എടാ, ചിലപ്പോ ഡാഡിയുടെ കൂടെ വല്ലതും പോയതായിരിക്കും. അവളിന് കുറച്ചു ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞു. അയ്യേ, അതിന് നീ എന്തിനായിരുന്നു മോങ്ങുന്നത്? ആര് മോങ്ങി? മോങ്ങാൻ വേറെ ആളെ നോക്കണം, വേറെ വേലയില്ല. കേശു, പോട്ടെ, ഇവിടെ നീ വിഷമിക്കല്ലേ. വിഷമം ഒന്നിനൊരു പരിഹാരമല്ല. ഞാൻ നിനക്കൊരു വഴി പറഞ്ഞുതരാം. നീ ഒരു കാര്യം ചെയ്യ്, മെർലിന്റെ വാലയിൽ തൂങ്ങി നീ നേരെ തിരുവനന്തപുരത്തോട്ട് ചെല്ല്. അതാകുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് അവളെയും കാണാം, പോരത്തിന്റെ പത്മനാഭനെയും കണ്ട് തൊഴുത് മനസ്സ് നിറഞ്ഞിങ്ങ് പോരാം. എന്താ പറയുന്നു? എവിടെ കാണുന്നില്ല. എന്റെ ക്യൂടെക്സ്. பாரு, நீ வருத்தப்படாத பாரு, நம்ம தேடி கண்டுபிடிக்கலாம். ஆன்ட்டி ஹெல்ப் பண்றேன். ആന്റിക്ക് എന്തോന്ന് ആന്റി? അത് ഇവളെ എന്നെ ഓർമ്മയില്ലാതെ വല്ല അടുപ്പിലും കൊണ്ടിട്ട് കാണും. എനിക്ക് ചേച്ചിയാണ് സംശയം. ഇവിടെ എന്തെങ്കിലും സാധനം കാണാതെ പോയ ഉടനെ ചേച്ചിനെ സംശയിക്കണം കേട്ടാ. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ വിവരം പറഞ്ഞോണം. എന്റെ അമ്മയാണ് സത്യം, ഞാൻ ആ സാധനം എടുത്തിട്ടില്ല. ഞാനും എടുത്തിട്ടില്ല. ഇപ്പൊ പാറു നിനക്കറിയാല്ല, ഞാൻ ആ ക്യൂടെക്സ് എടുത്തിട്ട് എനിക്ക് ഒരു ഉപയോഗമില്ല, അതുകൊണ്ട് ഞാൻ എടുക്കില്ല. കേശവനൊന്നും പറയണ്ട. കേശവ ഉണ്ടായാലും എന്ത് കിട്ടിയാലും മെർലിൻ ചേച്ചി കൊണ്ട് കൊടുക്കുമല്ലോ. കൊച്ചിന് കുട്ടിത്തിരിഞ്ഞ ഓർറി. അതൊന്നും അല്ല പിള്ളേരെ, എന്റെ മൊബൈൽ കാണാനില്ല. உங்க மொபைல் കാണുമോ? കാണുന്നില്ലെന്നല്ലേ ഇപ്പൊ പറഞ്ഞേ. അമ്മ അത് അവിടെ എവിടെങ്കിലും കാണും. അമ്മേരാ പഴയ മൊബൈൽ ആരെടുക്കാനാണ് അല്ലേ? അത് തന്നെ, അതിനകത്തൊരു മനുഷ്യൻ വിളിക്കാറൂടെ ഇല്ല. അപ്പൊ തന്നെ വല്ലപ്പോഴും തോന്നിയാ വിളിച്ചാലായി, അതുകൂടി ഇല്ല. പിന്നെ ഫോൺ. എന്നെ വിളിക്കാൻ ആരുമില്ല, നിങ്ങളെ വിളിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഏട്ടാ, ഇത് ഈ പാറുവിന്റെ കാര്യത്തിനേക്കാളും കഷ്ടമാണല്ലോ അമ്മൂമ്മയുടെ കാര്യം. ഭയങ്കര പ്രശ്നം തന്നെ. പാറുവാണെങ്കിൽ പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും കൊണ്ട് വെച്ചാൽ ഓർക്കെങ്കിലും ചെയ്യും. അമ്മൂമ്മയാണെങ്കിൽ അതും ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഫ്രീസറിൽ വല്ലതും പോയി തപ്പിയോ അതിനകത്ത് വല്ലതും വെച്ചിട്ടുണ്ടോ ഫോണ്? അയ്യോ, എല്ലാവരോടും ഒന്ന് ചിരിക്കുന്നുണ്ടല്ലയോ. എന്നാ അമ്മൂമ്മയുടെ മൊബൈൽ കാണുന്നില്ല, അത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തപ്പി കൊടുക്കാം. അങ്ങനെയല്ല, എല്ലാവരോടും പറഞ്ഞിരുന്ന് വിസ്തരിച്ചിരുന്ന് ചിരിക്കുക. கேசு, அம்மாவோட போன்ல கொஞ்சம் கூப்பிட்டு பாருப்பா. കൂപ്പിട്ട് പാക്കാമല്ലോ. അതിന് എന്റെ നമ്പർ അവൻ അറിയാവോ എന്തോ? ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളുടെ നമ്പർ അവനെ അറിയാം. എന്നാ പിന്നെ ഞാൻ വിളിക്കണില്ല. എടാ, ഒന്ന് വിളിച്ചു നോക്ക്. നമ്പർ പറപ്പോ. അതെനിക്ക് കാണാതെ അറിഞ്ഞൂടാ. കഷ്ടം തന്നെ. റിങ് ചെയ്യാനുണ്ട്. എവിടുന്ന് ഇറങ്ങിയെന്ന്? അമ്മമ്മ അതൊന്നും ഇതിനകത്ത് പറയില്ല. റിങ് ചെയ്യണ് ഇത്ര തന്നെ. കട്ടായി. ശരി. കനകം, നിന്റെ ഫോണാണെന്ന് കരുതി എന്റെ ഫോൺ നീ എടുത്ത് കടലങ്ങാണം കൊണ്ടുപോയോ? இல்லம்மா, நான் எல்லாம் கொண்டு போல. ചേച്ചി, അമ്മ അടുക്കളയെ വെച്ച് പറഞ്ഞൊരു ബോധം ഉണ്ടായിരുന്നല്ലോ. ഉത്തരവാദിത്ത ബോധം. അമ്മൂമ്മയ്ക്ക് ഉത്തരവാദിത്ത ബോധം തീരെയില്ല. വേറൊരു ബോധം കൂടെ പറഞ്ഞായിരുന്നല്ലോ. കൃത്യത ബോധം, ഉത്തരം പറയാനുള്ള ചുമതല. അതെ, അതും അമ്മൂമ്മയ്ക്ക് തീരെ. അയ്യോ അയ്യോ. ഇവിടങ്ങുമില്ല. കണ്ട നോക്ക്, നേരാമണം തൂക്കത്ത് പോലും ഇല്ല ഇവിടങ്ങ്. അതിനും എൻ്റെ കൈ ചെല്ലണം.
കിട്ടിയോടാ? എന്തോന്നു? മൊബൈല് കിട്ടിയോന്ന്? അതെങ്ങനെയാ? അവനതിനൊന്നും സമയമില്ലല്ലോ. ഇങ്ങോട്ട് നീക്ക്. മൊബൈല്? ആ അമ്മൂമ്മ മൊബൈല് ഞാൻ തപ്പാൻ ഞാൻ അടുക്കളയിലില്ല കേട്ടോ. കനകാന്റെ തപ്പി ഇല്ലെന്ന് പറഞ്ഞ്. പിന്നെ കനകാന്റെ വർക്ക് ഏരിയ സൈഡിൽ കിടന്ന് തപ്പണുണ്ട്. കണ്ടോ? ആ കൊച്ചിനുള്ള ഒരു ഉത്തരവാദിത്വം പോലും നിനക്കൊന്നുമില്ല. ഏത് കൊച്ച്? കനകേച്ചിയാ? കനകേച്ചി വേറൊന്നും കൊണ്ട് നോക്കണല്ല, അമ്മയുടെ വായിരിക്കണ തെറി കേൾക്കാൻ വയ്യാത്തോടാണ് കനകേച്ചി നോക്കണം. എന്തോന്നാ പറഞ്ഞത്? തെറിയോ? അമ്മൂമ്മ തെറിയില്ല, വഴക്ക് എന്നാണ് ഉദ്ദേശിച്ചത്. എന്നാലും അത് എവിടെ പോയി? എവിടെയും കാണും. എന്തായാലും ഭംഗിയാണുണ്ടല്ലോ. എടാ ചിലപ്പോ സൈലന്റ് ആയിരിക്കൂടാ. സൈലന്റ് ഒന്നും അല്ല, ഞാൻ ബെല്ലൊക്കെ കേട്ടതാ. ചിലപ്പോ അത് അമ്മൂമ്മനെ എവിടെയെങ്കിലൊക്കെ കുത്തിപ്പിടിച്ച് നിനക്ക് സൈലന്റ് ആയി പോയിട്ടുണ്ടെങ്കിലോ? ഓ നല്ലൊരു ഫോണായിരുന്നു. ഏത് അതാ? അതൊരു 10 തവണ മുന്നേ ഒഴിവാക്കേണ്ട സമയം കഴിഞ്ഞു. അത് തന്നെ.